അതാണ് ഈ കൂദാശ എന്ന് പറയണത്. ഇന്ന് കൂദാശ എന്ന് പലപ്പോഴും നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് കൂദാശയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തെ മറന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ച് നിത്യതയെ വെറുത്ത് ചുമ്മാ മൃഗങ്ങളായിട്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിത പങ്കാളികൾ നമ്മുടെ ലോകത്തുണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. കാര്യം എന്താ? നിത്യത കൈവിട്ടു പോകും. നിത്യതയോട് അടുപ്പിച്ചത് എന്താണ്? കൂദാശ. ആ ചേച്ചി പറഞ്ഞെന്താ നിങ്ങൾക്കറിയാമല്ലോ, ഈ എലിസബത്ത് ആന്റണി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മിനിസ്റ്റർ എ കെ ആന്റണിയുടെ മുൻ മിനിസ്റ്റർ മന്ത്രി ബഹുമാനപ്പെട്ട എ കെ ആന്റണിയുടെ വൈഫാണ്. അവർ പറഞ്ഞ സാക്ഷികൾ കേൾക്കണം. എന്താ അവർ പറയണത്? എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല, പക്ഷേ ഞാനെന്താ സമീപിച്ചത്? കർത്താവിൻ്റെ വചനത്തിലാണ്. കർത്താവിൻ്റെ വചനത്തിൽ എന്താ പറയണത്? അവിശ്വാസിയായ ഭർത്താവ് എന്ത് ചെയ്യുന്ന പറയണത്? ഭാര്യ മുഖേന വിശുദ്ധ. അതാണ് ദൈവനിശ്ചയം. അതുപോലെ അവിശ്വാസിയായ നിങ്ങൾ ടേക്ക് ദ ബെഡഫോർഡ് 1 കൊറിന്തോസ് 17:14. കൊറിന്തോസ് 7:14. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ ഒറ്റ വിശ്വാസത്തിലെ ആ സ്ത്രീ വിശുദ്ധയാകുകയാണ്. കൈയിടിച്ച് കർത്താവ് അതിൻ്റെ താഴെ കമൻറ്റുകൾ വായിക്കണം. കർത്താവേ, ഇങ്ങനെ ഒരു സാക്ഷ്യം നീ എനിക്കും തന്നെങ്കിലേ ഞാൻ നിനക്ക് വേണ്ടി സാക്ഷിയാകണമെന്ന്. നാളെ അവർ അറിയപ്പെടാൻ പോകുന്നത് ഭൂമിയിൽ നമ്മുടെ ഈ രാജ്യരക്ഷാ മന്ത്രിയുടെ ഭാര്യയായിട്ടല്ല. ആ അറിവെല്ലാം സിമിത്തിരിച്ച് തീരുകയാണ്. മനുഷ്യൻ അത് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് രാഷ്ട്രീയ ബന്ധത്തിൽ ചകഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ചർച്ചാവേദിയാക്കി ആ വിഷയം മാറ്റിയത്. ഞാനതിനകത്ത് ആ കക്ഷി ചേരാത്തതിൻ്റെ കാരണം എനിക്കറിയാം, അത് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഏറ്റവും വലിയ എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സാക്ഷ്യമാണ്. കാര്യം അതുപോലെ പറയണം, അവർ ജീവിച്ചിട്ടാണ് പറയണത്. എന്താണ്? എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം എന്താണ്? അദ്ദേഹം അവിശ്വാസിയാണ്, ഞാനാരാണ്? വിശ്വാസിയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. അവിശ്വാസിയായ വ്യക്തി അവൻ്റെ അമ്മ മുഖേനയല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവിശ്വാസിയായ വ്യക്തി അവൻ്റെ അപ്പൻ മുഖേനയല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവിശ്വാസമായ വ്യക്തി അവൻ്റെ ജീവിത പങ്കാളി മുഖേനയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. കൈയിട്ടിച്ച് കർത്താവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങൾ അവിശ്വാസിയാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവിശ്വാസ്യം മീൻസ് എന്താണ്? വിശ്വാസത്താൽ, അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ Ephesians 2:8 എന്താ പറയണത്? അതായത് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? വിശ്വാസം നമുക്ക് എന്താ തരണത്? കൃപയാണ് നൽകണത്, അല്ലേ? Ephesians 2:8 എന്താ പറയണത്? വിശ്വാസം വഴി പറഞ്ഞേ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം നമുക്ക് എന്താ തരണത്? കൃപ. അപ്പം കൃപ നമുക്ക് ലഭിക്കണത് എന്തിൽ നിന്നാണ്? എൻ്റെ സോഴ്സ് എന്താണ്? വിശ്വാസമാണ് സോഴ്സ്. അതിൻ്റെ അവിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നഷ്ടപ്പെടാൻ പോണത്? കൃപ എന്ന് വെച്ചാൽ നിത്യജീവൻ. നിത്യജീവൻ നഷ്ടപ്പെട്ടത് കൃപയുടെ അലംഭാവമോ ആഭാവമോ മൂലം നിങ്ങൾക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടാൽ അത് നേടാൻ നിൻ്റെ അമ്മയ്ക്കോ അപ്പനോ മക്കൾക്കോ ഒന്നുമില്ല. അതിൻ്റെ ചാൻസ് ആർക്കാ ഉള്ളത്? നിൻ്റെ ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളി വേർപെട്ടുകൊണ്ട് അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ നടക്കുന്ന കാണ്ടാമൃഗങ്ങളെ ഞാൻ പറഞ്ഞ വചനങ്ങൾ കേൾക്കണം. എന്നിലൂടെ കർത്താവ് നിന്നോട് അന്ത്യമായിട്ട് നിനക്ക് ശാസനം നൽകുകയാണ്. അന്ത്യശാസനം എന്താ കാര്യം? നിന്നെ വിശുദ്ധീകരിക്കാൻ, നിൻ്റെ ആത്മാവ് വീണ്ടെടുക്കാൻ, നിന്നെ നിത്യത്തിലേക്ക് കർത്താവോട് ചേർക്കാൻ നിൻ്റെ അപ്പനോ അമ്മക്കോ മക്കൾക്കോ പറ്റത്തില്ല. നിന്നെ കൂദാശ ചെയ്തേൽപ്പിച്ച ദൈവത്തിന് മാത്രം പറ്റത്തുള്ളൂ. ആ ദൈവത്തിന് വചനം കേട്ടുകൊണ്ട് താമസിക്കുന്നവരെ അനുതപിച്ചുകൊണ്ട് തിരിച്ചു വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ശ്രുതിക്കട്ടെ. നമ്മളോട് പഠിച്ച വിഷയങ്ങളെ മേൽ ദൈവം കരുണയോടെ കടാക്ഷിക്കുന്ന സമയമാണ്. തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഇവിടെ വന്നിട്ടുള്ളവരും ഇവിടെ ഓൺലൈനിൽ ഈ ആരാധന കൂടുന്നവരും കർത്താവ് 2 സാമുവേൽ 5:23-5 പറഞ്ഞിരിക്കുന്ന പോലെ രക്ഷയും ജീവിത അഭിലാഷങ്ങളും നിത്യജീവനും അനുദിന ജീവിത ആവശ്യങ്ങളും കൃപയും അനുഗ്രഹവും എല്ലാം ഉടമ്പടിയുടെ ദൈവത്തിൻ്റെ
വാഗ്ദാനങ്ങളിൽ പെടുന്നതാണ്. അവ നേടാനുള്ള സമയമാണ് ആരാധന സമയം. അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, നിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അപ്പാ സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ, അങ്ങേ കൈകൾ അങ്ങയുടെ അവകാശമോഹിനിയാകുന്ന കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട അവകാശമോഹിനിയാകുന്ന തിരുസഭയുടെ മേലെ ഈ സഭാ സമൂഹത്തിൻ്റെ മേലെ അങ്ങ് കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉച്ചമുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥി ഞരമ്പുകളിലും രക്തഞരമ്പുകളിലും യേശു ക്രിസ്തുവിന്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങള്, തിരവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാ. മനസ്സിൽ വിശ്വാസം നിറയാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഉടമ്പടിക്ക് ചേർന്ന സൂക്ഷ്മത, ജീവിത സൂക്ഷ്മത പുലർത്താൻ വേണ്ടി കർത്താവിനോട് പ്രതിജ്ഞ ചെയ്യുക. ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും സമയമാണ്. കർത്താവെ, ഇപ്പോഴ് ആന്തരിക അവയവങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരള്, ലിവറ്, അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ, കുടലുകൾ, അൾസർ, അരിസസ്, PCOD, അതുപോലെ രക്തം മാർന്നു പോകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ മക്കൾ ഇല്ലാത്തവർ, അടിവയറ്റിൽ ക്യാൻസർ ഉള്ളവർ, സിസ്റ്റുകളുള്ളവർ, ശിരസിൽ ഹാമറേജ് ഉള്ളവർ, അതുപോലെ തന്നെ ശിരസിൽ ബ്ലോക്ക് ഉള്ളവർ, ഇങ്ങനെ ഓരോ മനുഷ്യർക്ക് വേണ്ടി തളർന്ന് കിടക്കുന്നവർ, അവരെല്ലാം നിങ്ങൾ ഓർക്കുക. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, കരുണ തോന്നണമേ. അങ്ങയുടെ മുൾക്കിഴത്തെ ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണമേ. അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണമേ. അങ്ങയുടെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് മക്കളോട് കരുണ തോന്നണമേ. നിന്റെ കുരിശ് യാത്ര ഓർത്തുകൊണ്ട് മക്കളോട് കരുണ തോന്നണമേ. നിന്റെ കുരിശ് തറഞ്ഞു കിടന്ന മരിഞ്ഞു തീർന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മക്കളോട് കരുണ തോന്നണമേ. നിന്റെ കുരിശ് മരണത്തിൽ നീ അനുഭവിച്ച വേദന ഓർത്തുകൊണ്ട് കരുണ തോന്നണമേ. യേശുക്രിസ്തുവിൻ്റെ കരുണയുടെ കൃപകൾ നിങ്ങൾ മേലെ ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. പാപത്തെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സിസ്റ്റുകൾ യേശുക്രിസ്തു നാമത്തിൽ, ക്യാൻസർ മാറുക യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളെ, മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, സാമ്പത്തിക ബാധ്യതയുള്ളവരെ, ഓഫർ ലെറ്റർ വന്നൊരു വിസ വരാത്തവരെ, അതേസമയം തന്നെ അന്യരാജ്യങ്ങളിൽ ജയിലിൽ കുടുങ്ങിപ്പോയവരെ, അവിടെ സ്ഥലം കിട്ടാത്തവർ, വീട് കിട്ടാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, തിരിച്ചു പോരേണ്ടി വന്നിരിക്കുന്നവർ, നാട്ടിൽ തന്നെ ജോലി മുടങ്ങിപ്പോയവർ, ജോലി ഇല്ലാത്തവർ, സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്നവർ, തൊഴിൽ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ നഷ്ടപ്പെടാൻ പോകുന്നവർ, അതിന് വേണ്ടത്ര വരുമാനമില്ലാത്തവർ, ജീവിക്കാൻ മാർഗമില്ലാതെ വേദനിക്കുന്നവർ, ഈ നിമിഷം കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ, അൾത്താരയിൽ നടന്ന പ്രത്യക്ഷീകരണത്തെ ശക്തിയാൽ, അൾത്താരയിൽ നടന്ന 16 ആരാധശക്തിയാൽ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. എപ്പിലെപ്സി രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി, ഗർഭസ്ഥ ശിശുവിനുണ്ടായിരിക്കുന്ന ആന്തരിക വിഷയങ്ങൾ, ബെഡിനായി കിടക്കുന്ന, ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഗർഭിണികൾ,
അവരുടെ സുഖപ്രസവത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളെ ഓർത്ത്, കുട്ടികളുടെ ഐസിയുവിൽ കിടക്കുന്ന അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പിരിയാൻ പോകുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ദൈവത്തിന് നിരക്കാത്ത ജീവിതത്തിലേക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടും വിശുദ്ധിയില്ലാത്തവരുടെയും ദൈവത്തെ മാനിക്കാത്തവരുടെയും പണക്കൊതിയന്മാരുടെയും കൊതിച്ചുകളുടെയും താല്പര്യങ്ങൾ കൊണ്ട് കൂദാശയെ അപമാനിക്കുന്നവരും കൂദാശ ജീവിതത്തെ അപമാനിക്കുന്നവരും അവരുടെ മാനസാന്തരം ഉൾപ്പെടെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവികമായ ഇടപെടലുകൾ നിന്നെ കണ്ണീരിലാഴ്ത്തുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവ് ഇടപെടുന്ന മാതാവ് മധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ. ആരാധന, ഈ ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ എല്ലാ ജീവിത തടസ്സങ്ങളും touch with the fire finger, soak with the precious blood, and peace is spirit, and with the thought of the Catholic Church, the power of Jesus Christ, with the metters of the Holy Priesthood, I bless us for you, the grace and peace and power and healing. The name of Jesus Christ is coming to judge for the living and dead, led by fire. Amen. Hallelujah, hallelujah, hallelujah. കൈകൾ കൂപ്പി കർത്താവിൻ്റെ കൃപയിൽ അഭിഷിക്തരായി നമ്മൾ നിൽക്കുന്ന സ്വർഗീയ നിമിഷമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോഴും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ, അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ ഇപ്പോഴും ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. മുട്ടെന്നിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും